അത് സാർ ഹെഡ്ലൈറ്റ് ഓൺ ആക്ക്. ഹെഡ്ലൈറ്റ് ഓൺ ആയി. ഇപ്പൊ ബ്രൈറ്റിലാണ് സാർ, അത് ഡിമ്മിലാക്കിക്ക്. ഡിമ്മായി സാർ. ആ 1 2 3 കണ്ട, അതൊന്ന് 3യിലേക്ക് തിരിച്ചു വെച്ച്. ഇത് അവിടെ ലൈറ്റിന്റെ വല്ല വ്യത്യാസം വരുന്നുണ്ടോ? 3യിലാക്കി സാർ. നോക്കിയാ ലൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആണല്ലോ. 0യിലാക്കിക്കേ തിരിച്ചങ്ങോട്ട്, ഫുള്ള് തിരിച്ചു. അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നോക്ക്. ഹെഡ് ലൈറ്റിന്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സാറിന്റെ പൊസിഷനാണ്, സാറിന്റെ വ്യൂവില് സാറിന് ഹൈറ്റിൽ കുറച്ചുകൂടെ ലെങ്തിൽ കാണണമെന്ന് തോന്നിയാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഡിമ്മില് തന്നെ ലൈറ്റിന്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ ഡിമ്മില്. ചിലർക്ക് ആ ഡിമ്മിൽ ആ കാഴ്ച പോരാതെ വരും, കുറച്ച് ദൂരം വേണം. അതായത് ഹൈറ്റിനും ഇതിനും അനുസരിച്ച് ആ ലെങ്ത് പോരാന്ന് തോന്നിയാൽ അതിനെ കൂട്ടാനായിട്ടാ. അത് ഓക്കെയാണ്. ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കുമ്പോൾ മുന്നിലേക്ക് പുഷ് ചെയ്താൽ ബ്രൈറ്റിലോട്ടാവും, അതായത് ഹൈ ബീമിലാവും. വണ്ടി എപ്പോഴും രാത്രിയിൽ ഓടിക്കേണ്ടത് ലോ ബീമിലാണ്, ഇതിലല്ല. സാറിന് എപ്പോഴെങ്കിലും ദൂരെ കാഴ്ചയോ അല്ലെങ്കിൽ ഒരു വിഷൻ കൂടുതൽ വേണോന്ന് തോന്നി വന്നാൽ അതെ, അപ്പൊ ഉപയോഗിക്കാനാണ് ബ്രൈറ്റ്. അല്ലാത്തപ്പോഴെല്ലാം ഡിമ്മിലാണ് വണ്ടി ഓടേണ്ടത്. ഓക്കെയാണ്. ഡിമ്മാണെന്ന് അറിയാൻ ഒരു വാണിംഗ് ലൈറ്റ് ഒന്നും കാണില്ല. ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും, ഇവിടെ ഒരു വാണിംഗ് ലൈറ്റ് ഇല്ലെങ്കിൽ അത് ഡിമ്മിലായിരിക്കും. ഓക്കെയാണ് സാറേ. ഒന്ന് പാർക്ക് ലൈറ്റിലോട്ട് അയക്കാം. അതായത് ഫോഗ് ലാമ്പിന്റെ ലൈറ്റ്. ഫോഗ് ലാമ്പ് സാറിന് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ പാർക്ക് ലൈറ്റോ ഹെഡ്ലൈറ്റോ ഓൺ ആയിരിക്കണം. അതൊന്ന് ഓഫ് ആക്കിക്കേ സാറ്. ഓഫിലാക്ക്. വർക്ക് ചെയ്യത്തില്ല, വേണ്ട, കട്ടായി. സാർ പാർക്ക് ലൈറ്റ് ഒന്ന് ഓൺ ആക്കിക്കേ. ഇത് ഞെക്കിയാൽ ഫോഗ് ലാമ്പ് ഓൺ ആവും. ആ ബമ്പറിൽ ഇരിക്കുന്ന 2 റൗണ്ട് ലൈറ്റ് നമുക്ക് കൂടുതൽ വെളിച്ചം വേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ഹൈ റേഞ്ച് പോലുള്ള ഏരിയകളിലൊക്കെ ഇപ്പൊ ഫോഗ് കൂടുതലുള്ള സ്ഥലങ്ങളല്ല, മിസ്റ്റ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് അറിയിക്കാൻ വേണ്ടിട്ടാ, കൂടുതൽ വെളിച്ചത്തിന് വേണ്ടിട്ട്. ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ഷോ പീസ്. പിന്നെ ഈ പാർക്ക് ലൈറ്റില് ചില ഹെഡ്ലൈറ്റിന്റെ ആവശ്യമില്ല, ചെറിയൊരു ഇരുട്ട് വീണിട്ടുണ്ട്, എന്നാൽ ഒരു ലൈറ്റിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാം. ഓക്കെയാണോ സാറേ? ആ ലൈറ്റ് ഓഫ് ചെയ്യും. ഇനി അതിനൊരു ഓട്ടോ മോഡ് കൂടെ ഉണ്ട്. ഒന്നുകൂടെ പുറകോട്ട് തിരിച്ച ഓട്ടോ മോഡ്, അതായത് സൺലൈറ്റ് ഡയറക്റ്റ് വണ്ടിയിൽ അടിക്കുന്നില്ല എന്ന് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആവും. അന്തരീക്ഷത്തിൽ ഇരുട്ട് വീഴുന്നതനുസരിച്ച് ലൈറ്റ് ഓൺ ആയിക്കോളും. അതാണ് ഓട്ടോ മോഡ്. ഇപ്പൊ പോർച്ചില്ല കിടക്കുന്നത്, ഡയറക്റ്റ് വണ്ടിയുടെ മേളിൽ വെട്ടം അടിക്കുന്നില്ല, അതേ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ട്. ഓക്കെ അല്ലേ? സാറിന് മാനുവലി അല്ലാതെ യൂസ് ചെയ്യാം, പാർക്ക് ലൈറ്റോ ഹെഡ്ലൈറ്റോ. ഫുൾ ടൈം വേണമെങ്കിൽ സാറിന് ഓട്ടോ മോഡിൽ ഇടാം. ഇരുട്ട് വരുന്നതനുസരിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ആവും. അതല്ല എങ്കിൽ ഇങ്ങനെ മാനുവലി ഓൺ ആക്കേണ്ടി വരും സാറ്. പാർക്ക് ലൈറ്റ് ഹെഡ്ലൈറ്റ് അങ്ങനെ ഓൺ ആക്കേണ്ടി വരും. ഓട്ടോ മോഡിലാണെങ്കിൽ ഇരുട്ട് വരുന്നതനുസരിച്ച് ലൈറ്റ് ഓൺ ആയിക്കോളും. അതെ, ബാറ്ററിയുടെ ലൈഫിന് കുറച്ചുകൂടെ ബെറ്റർ മാനുവലി യൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും അത് തെളിഞ്ഞു തന്നെ കിടക്കും, ബൾബിന്റെ ലൈഫ് കുറയും. ഓക്കെയാണ്. ഇൻഡിക്കേറ്റർ സാറിന് അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പാസിംഗ് ലൈറ്റും സാറിന് മനസ്സിലായല്ലോ, അത് പാസിംഗ് ലൈറ്റ്. അത് ഹെഡ്ലൈറ്റ് ഓഫ് ആണെങ്കിലും അത് വർക്ക് ചെയ്യും. ഓക്കെയാണ് സാറേ. ഈ കയ്യിലുള്ള മുഴുവൻ വൈപ്പറിന്റെ കൺട്രോള്. പുള്ളി ചെയ്ത് നോക്കിയാ സാർ, ഇങ്ങോട്ടൊന്നും ഗ്ലാസ് വാഷ് ചെയ്യാനുള്ള വെള്ളം വരും. സാറ് കൈ സാറിന് എത്ര ആവശ്യമുണ്ടോ അതുവരെ പുള്ളി ചെയ്ത് പിടിച്ചോണ്ടിരുന്ന വെള്ളം വന്നോണ്ടിരിക്കും. ഇപ്പൊ സാർ എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത് വാഷ് ചെയ്യാൻ നോക്കുന്നത്. അത് പോകുന്നവരെ സാറിന് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാം. സാർ അതിന് വിട്ട് കഴിയുമ്പോൾ അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേ ഓഫ് ആകത്തുള്ളൂ. ഓക്കെയാണ്. ഇതേ ലിവർ കണ്ട, ഒരു തവണ മേളിലേക്ക് ആക്കിയാൽ ജസ്റ്റ് വൈപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകൂടെ ആക്കിയാൽ സ്പീഡിലാവും. അത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ വരട്ടെ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ താഴോട്ടാക്കി വാങ്ങിക്കാം. അതിന് മിസ്റ്റ് എന്ന് പറയും. വൺസ് മാത്രം അത് വൈപ്പ് ചെയ്യും, എന്നിട്ട് അത് ഓഫ് ആകും. ഓക്കെയാണ്. ഇപ്പൊ സാറ് ഓടി പോകുന്ന വഴി ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നൊന്ന് വൈപ്പ് ചെയ്ത് കളയണമെങ്കിൽ താഴേക്ക് ഒന്ന് ടിക്ക് ചെയ്താൽ മതി. ഓക്കെയാണ്. മേളിലേക്ക് ആക്കുന്നത് മുഴുവൻ അതിന്റെ സ്പീഡ്. ഓക്കെയാണ്. ഇതിനിടയ്ക്ക് ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഗ്യാപ്പ് ഇട്ട് വൈപ്പർ ഓൺ ആവും. അതിന്റെ സ്പീഡ് കുറയ്ക്കാനാണ് ഇത്. ടൈമിങ് കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പൊ കിടക്കുന്ന ഇന്റർവെൽ എന്ന് പറഞ്ഞ മോഡില്ല, ഇന്റർമീഡിയറ്റ്. ഇനി ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വൈപ്പർ ഓൺ ആവുള്ളൂ. ആ ഗ്യാപ്പ് സാറിന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറയ്ക്കാം, എളുപ്പമാക്കാം. ഓക്കെയാണ്. അത് കഴിഞ്ഞൊരു ലോ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വൈപ്പർ ഓൺ ആവും. അത് കഴിഞ്ഞൊരു ഹൈ, 3 സ്പീഡാണ് ഉള്ളത്. ഓഫ് ചെയ്യണമെങ്കിൽ ഒരു ലോ ഉണ്ടാവും, ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞൊരു ഓഫ് ഉണ്ടാവും. നോക്കി അല്ല,
ഒന്നുകൂടെ വരുമ്പോൾ ഓഫ് ആകുന്നത്. ഇപ്പോഴാണ് ഓഫ്. ഓക്കെ. ഇത് അത് ഇന്റർമീഡിയറ്റ് ആണ്. അത് ഗ്യാപ്പ് ഇട്ടാണ് ഓൺ ആവുന്നത്. ഇത് സ്പീഡില്ല, ലോയിൽ. ഒന്നുകൂടെ ആക്കിയാൽ ഫുൾ സ്പീഡിൽ. ഒന്നുകൂടെ താഴോട്ടാക്കി ഓഫായി. ഓക്കെയാണ്. ഇത് വാഷ്, മറ്റത് സ്പീഡ്. ഓക്കെ. ഡിക്കി തുറക്കാനായിട്ട് ബൂട്ട്, ലോക്ക് അൺലോക്ക് ഡോറിന്റെ. ഓക്കെയാണ്. ഫോഗ് ലാമ്പ്, AC-യുടെ കൺട്രോളുകൾ. അതായത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കൂളിംഗ് ആണ്, ടെമ്പറേച്ചർ. ഓക്കെ. റെഡിലേക്ക് തിരിച്ചാൽ ഹോട്ട്. ഇത് ഡീഫ്രോസ്റ്റർ എന്ന് പറയും. അതായത് ഫോഗ് വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും അത് തന്നെ ആക്കിയാൽ പഴയ പോലെ മുഖത്തേക്ക് തന്നെ കാറ്റ്. വെന്റ് സാറിന് ഏതാണോ വേണ്ട അത് യൂസ് ചെയ്യാം. ഇതിപ്പോ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് വരുന്നത്, ഫേസിലും കാലിലുമാണ് വരുന്നത്. ഇതാണെങ്കിൽ മാത്രം, ഇതാണെങ്കിൽ കാലിലും കിട്ടും. ആ ഡീഫ്രോസ്റ്ററും വർക്ക് ചെയ്യും. ഇതാ ഡീഫ്രോസ്റ്റർ മാത്രം. വീണ്ടും പഴയ പോലെ മുഖത്തേക്ക്. അത് രണ്ടെണ്ണം ആ ഡീഫ്രോസ്റ്ററിന്റെ ആണ്. അതായത് ഒരുപാട് ഫോഗ് വന്ന് ഈ ഗ്ലാസ്സിൽ മൂടൽ വന്നാൽ ഡയറക്റ്റ് ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് ഫുൾ പവർ അങ്ങോട്ടായിരിക്കും. അത് റിയർ ഗ്ലാസ്സിൽ മൂടൽ വന്നാൽ അത് മാറ്റാനായിട്ട്. ഓക്കെയാണ്. ഇത് രണ്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള എയർ എടുത്താലേ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് പുറത്തെ അകത്തെ ടെമ്പറേച്ചർ ഒന്നാക്കിയിട്ട് അത് കളയുന്നത്, ആ മൂടൽ കളയുന്നത്. ഓക്കെയാണ്. ഇത് ഓട്ടോ മോഡ്. അതെ, ഇത് ഓട്ടോ മോഡ്. സാർ ഏത് ടെമ്പറേച്ചർ ആണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാറിനകം ആ ടെമ്പറേച്ചറിലേക്ക് ആക്കും. അതിന് തന്നെത്താൻ ഫാനിന്റെ സ്പീഡ് കൂടും. ആ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ വീണ്ടും അത് ലോ ആയിക്കോളും ഫാൻ. വൺസ് സാർ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് സാറിന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാനിന്റെ സ്പീഡ് കുറച്ചാൽ മതി. ഓട്ടോ മോഡിൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഫാനിന്റെ സ്പീഡ് കുറച്ച് മാത്രമേ സാറിന് അതിനെ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഡയറക്റ്റ് പവർ ഓഫ്. AC ഓഫ്, ഫാനും AC എല്ലാം ഓഫ്. വണ്ടി ഓഫ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബാറ്ററിയുടെ ലൈഫിന് ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ താക്കോൽ ഓൺ ആക്കുമ്പോൾ എല്ലാ ലോഡും കൂടെ എടുത്തായിരിക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ ആരും ഇപ്പൊ ചെയ്യാറൊന്നും ഇല്ല. കാരണം എളുപ്പ വഴിക്ക് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കിട്ടുന്ന എപ്പോഴും അങ്ങനെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയും ലോഡ് എടുക്കേണ്ടി വരില്ല ബാറ്ററിക്ക്. ഇത് ഫാനും കറക്കും, AC-യും വർക്ക് ചെയ്യും, എല്ലാം കൂടെ എടുത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് സാറിന്റെ ഇഷ്ടം. ഓക്കെയാണ്. ഇതിനകത്ത് ഫ്യൂവൽ ഗേജ്, ഓപ്പണിംഗ് ലിഡ് എവിടെയാണെന്ന് അറിയിക്കാനാണ് അവിടെ ഒരു ലോ ഗിയർ ഇടാം. എന്നിട്ട് ആ ലോ ഗിയറിൽ ഇറങ്ങിപ്പോവാം. പിന്നെ സാറ് ഷിഫ്റ്റ് ചെയ്യുന്ന വരെ ഗിയർ പ്ലസ് ആവൂല, മൈനസേ ആവുള്ളൂ, പ്ലസ് ആവില്ല ഒരിക്കലും. ബ്രേക്കിന്റെ ഉപയോഗം അത് തന്നെ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനായിട്ടാണ്. സാറിന് ഇപ്പൊ ഒരു കയറ്റം കയറണം, അത് ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറണമെങ്കിൽ ആ മാനുവൽ മോഡിലാക്കി ഫസ്റ്റ് ഗിയർ ആക്കി ഇടാം. പിന്നെ അത് പ്ലസ് ആവില്ല, അതൊന്നും ചെയ്തില്ല. ഓക്കെയാണ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. കണ്ടല്ലോ, സമയം അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പുറത്തെ സ്വിച്ച് കണ്ട സാർ, ആ ബട്ടണിലൊന്ന് ഞെക്കിക്കേ. ഇപ്പൊ പെട്രോൾ, ഇപ്പൊ കിടക്കുന്ന പെട്രോളിൽ ഓടാൻ പറ്റുന്ന റേഞ്ച്. ഇതിപ്പോ പുറത്ത് ടെമ്പറേച്ചർ. ഇത് സർവീസിന്റെ, അതായത് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞായിരുന്നു സർവീസ്. ആ, ഇതിപ്പോ ആവറേജ് കിട്ടിയ മൈലേജ് 13. ഒന്നുകൂടെ കിട്ടിവിടും. അത് ട്രിപ്പ് മീറ്റർ ആണ്, A-യും B-യും വന്നത്. കണ്ട, A എന്ന് വന്നിരിക്കുന്നുണ്ട 31,9,0 എഴുതിയിരിക്കുന്നുണ്ട. അത് സാറിന് റിസെറ്റ് ചെയ്യാം. ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരുന്നത് 0 ആകും. ആ ബട്ടണിൽ പ്രസ് ചെയ്തോണ്ടിരുന്ന അത് 0 ആകും. ആ ട്രിപ്പ് മീറ്റർ എന്ന് പറയും. സാറിന് ഓടുന്ന ദൂരം കൗണ്ട് ചെയ്യേണ്ടി വന്നാൽ അതിനെ നമുക്ക് 0 ആക്കാൻ പറ്റും. അതിപ്പോ B ആയി. ആ A-യും B-യും ട്രിപ്പ് മീറ്റർ ആണ്. ഇത് ടോട്ടൽ ഈ വണ്ടി ഓടിയ ദൂരം ഓഡോ മീറ്ററിൽ കാണിക്കുന്നത്. ഓക്കെയാണ്. എഞ്ചിനൊന്ന് ഓഫ് ചെയ്ത് തരാം. അതിനകത്ത് കുറച്ച് വാർണിംഗ് ലാമ്പ് കൂടെ ഉണ്ട്. വെറുതെ ബ്രേക്ക് ഇല്ലാതെ വെറുതെ ആ സ്വിച്ചിലൊന്ന് ഞെക്കിക്ക്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് തരാം. ഓക്കെയാണ്. കുറെ വാർണിംഗ് ലൈറ്റുകൾ തെളിഞ്ഞുണ്ടോ സാറേ അവിടെ? എഞ്ചിൻ ഓയിലിന്റെ വാർണിംഗ് ലൈറ്റ്.
ഓക്കെ, അതെന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഓയിൽ പ്രഷർ കാണിക്കാൻ വേണ്ടിട്ടാ. തീരുമ്പോഴല്ല, ഓയിൽ പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഓയിൽ ഡാമേജ് ആണെങ്കിൽ ഇത് അതിനകത്ത് തെളിയും. തെളിഞ്ഞ അതിനകത്ത് ഒന്നെങ്കിൽ ഓയിൽ ലെവൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഓയിൽ പ്രോപ്പറായിട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെയാണ്. അടുത്ത ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ്. അതെ, അത് ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നില്ല എന്ന് അതിനർത്ഥം. ഓക്കെയാണ്. ചെക്ക് എഞ്ചിൻ ലൈറ്റ് എന്ന് അതിന് പറയുന്നത്. അതൊരു മാൽ ഫംഗ്ഷൻ ലൈറ്റ് ആണ്. അതായത് സെൻസറുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടോ ടെക്നിക്കലായിട്ടോ വണ്ടിക്ക് എന്തെങ്കിലും എഞ്ചിൻ സൈഡിൽ എറർ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെയാണ്. മറ്റത് ബ്രേക്ക് പ്രസ് ചെയ്യണമെന്ന് കാണിച്ചിരിക്കുന്ന ആ കാലിന്റെ പടം കാണിച്ചിരിക്കുന്നത്. മറ്റത് ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഓൺ ആണെന്ന് അറിയിക്കാനാണ് ആ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റേ സീറ്റ് ബെൽറ്റ്. പാസഞ്ചർ ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് അത് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ സീറ്റിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് കെടും. സീറ്റിൽ വെയിറ്റ് വരുമ്പോഴാണ് അത് സെൻസ് ചെയ്യുന്നത്. ഓക്കെയാണ് സാറേ. ഇനി സാറ് കാണാത്തൊരു ലൈറ്റ് കൂടെ ഉണ്ട്, അത് പെട്ടെന്ന് കെട്ടുപോകും. ഒരു ചീപ്പിന്റെ പടം പോലെ കാണിച്ചിരിക്കുന്ന കണ്ട, അതിന്റെ താഴത്ത് പെട്രോളിന്റെ ഒരു പടം കണ്ട. പെട്രോളിന് കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ റിസർവ് ലൈറ്റ്. അതായത് വണ്ടിയിൽ ഒരു 6 ലിറ്ററോളം പെട്രോൾ ബാലൻസ് ഉള്ളപ്പോൾ ആ ലൈറ്റ് തെളിയും, വണ്ടി റിസർവ് ആയി അറിയിക്കാൻ വേണ്ടി. ആ ചീപ്പ് പോലെ കാണിച്ചിരിക്കുന്ന പടമാണ് ഇത് ഇവിടെ ഉള്ളത്, എഞ്ചിന്റെ ഹീറ്റ് കാണിക്കാനായിട്ട്. എഞ്ചിൻ ഓവർ ഹീറ്റ് ആയാൽ ആ ലൈറ്റ് തെളിയും. ഓക്കെയാണ്. ഇനി സാറ് നോക്കി, അതിനകത്ത് ഒന്ന് രണ്ട് ലൈറ്റ് കൂടെ കാണും. ABS-ന്റെ പവർ സ്റ്റിയറിംഗിന്റെ ഇവിടെ ഒരു ഐയുടെ ഒരു പടം വരും, ഒരു തലകുത്തി എഴുതി വെച്ചിട്ട് നോക്കിക്കോ, കണ്ട. അത് ട്രാൻസ്മിഷനെ കാണിക്കുന്നതാ. ഈ ഗിയർ സിസ്റ്റം ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് ആ ലൈറ്റ് അവിടെ തെളിയും. അപ്പൊ വണ്ടി സെൽഫായിട്ടുള്ള മൂവ്മെന്റ് എടുക്കില്ല. പിന്നെ ചില സ്ഥലത്ത് ഹോൾഡ് ചെയ്യത്തില്ലേ, അതും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഒരു അലാറം അടിക്കും, ആ ലൈറ്റ് ഇങ്ങനെ ഡിം ചെയ്യുകയും ചെയ്യും. യെല്ലോ കളറിലെ ലൈറ്റുകളെല്ലാം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ലൈറ്റ് ആണ്. ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് സാറിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തെളിയുന്നതാണ്. റെഡ് കളറിലെ ലൈറ്റുകളെല്ലാം വാണിംഗ് ലൈറ്റുകളാണ്. അത് തെളിഞ്ഞു കിടക്കുമ്പോൾ വണ്ടി ഉപയോഗിക്കരുതെന്നാണ് അതിനർത്ഥം. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഉപയോഗിക്കരുത്, ഹാൻഡ് ബ്രേക്ക് ഓണാക്കിയിട്ടുകൊണ്ട് വണ്ടി ഉപയോഗിക്കരുത്, എഞ്ചിൻ ഓയിൽ ഇല്ലാതെ വണ്ടി ഉപയോഗിക്കരുത്, ബാറ്ററി ലോ ആയിരിക്കുമ്പോഴത്തേക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നടന്നാൽ ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെയാണ്. കാരണം ആവറേജ് എല്ലാം പിടി കിട്ടിയതിനകത്ത് ഇത് മുഴുവൻ ഈ മീഡിയയുടെ കൺട്രോളാണ്. അത് വോയിസ് കമാൻഡ് കൊടുക്കാനായിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ. അതെ, അടുത്ത ചാനൽ ട്രാക്ക് മാറ്റാനായിട്ട്. മ്യൂട്ട്, കോൾ ആൻസർ ചെയ്യാനും എൻഡ് ചെയ്യാനും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് സോഴ്സ്, ഏത് വേണം, USB വേണോ, ഓക്സ് വേണോ, FM വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെയാണ്. ഇനി സാറിന് എന്തെങ്കിലും അറിയണ്ട? സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാൻ അറിയാമല്ലോ, ആ ഒരു സ്വിച്ച് അറിഞ്ഞേക്ക്. താഴേക്ക് വലിച്ചിട്ട് സ്റ്റിയറിംഗ് താഴ്ത്തിയാൽ മതി. അത് ആവശ്യം കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്തും വയ്ക്കാം. സാറ് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ മാറ്റാഞ്ഞത്. ഓക്കെയാണ്. ആ, കുറെ കൂടെ ബെറ്റർ ഇതായിരിക്കും. ആ ബട്ടൺ ഒന്ന് സാർ പ്രസ് ചെയ്ത് ആ ഡോറില്, വിൻഡോയുടെ ലോക്ക് അത്. ഇനി ആ ബാക്കിലിരിക്കുന്ന 2 പേർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതെ, എനിക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല പവർ വിൻഡോ. അതെ, ഡ്രൈവർക്ക് മാത്രമേ അതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, കണ്ട, പുറകിൽ കുഞ്ഞുങ്ങളാണെങ്കിലും ഇരുന്ന് നിങ്ങൾ ആ ഗ്ലാസ് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യാതിരിക്കാനാ. ഓക്കെയാണ്. മറ്റേത് വിൻഡോ, ആ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അതും സാറ് തിരിച്ചേ, ഒന്നുകൂടെ തിരിച്ച്. ആ, ഇനി സാറ് ഇങ്ങോട്ട്, അത് ജോയ്സ്റ്റിക്ക് പോലെ, അതിനെ എങ്ങോട്ട് അനക്കുന്നോ അങ്ങോട്ട് മിറർ വരും. അറിയാൻ പറ്റുന്നുണ്ടോ? ഉറപ്പല്ലേ? ഇപ്പുറത്തെ മിററാണ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് എല്ലിലേക്ക് ആക്കണം. ആ മിറർ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി ഉണ്ടാവണം. മിററിന്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി ആയിരിക്കണം, ബാക്കി ഔട്ട് സൈഡ്. ഇതുപോലെ ഇതുണ്ട്, മിററിന്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടിയാണ് കാണുന്നത്, ബാക്കി ഔട്ട് സൈഡുമാണ് കാണുന്നത്. എപ്പോഴും അങ്ങനെ വേണം കാണാനായിട്ട്. ഓക്കെയാണ്. അത് നടുക്കോട്ട് അയക്കുക സാറ് തിരിച്ച്. ഒരു മിററും സെലക്ട് അല്ല ഇപ്പൊ, ഒരു മിററും സെലക്ട് അല്ല ഇപ്പൊ. ഇപ്പൊ അത് ഓഫാണ്. സാറ് ആ സ്വിച്ചിനെ താഴോട്ടാക്കിക്കുക വെറുതെ, മിറർ ഫോൾഡ് ചെയ്യാൻ. അകത്തിരിക്കുമ്പോ ഇപ്പൊ വേറെ വണ്ടികൾ വല്ലതും വന്ന് മിറർ മടക്കി കൊടുക്കേണ്ടി വന്നാൽ സാറിന് ഫോൾഡ് ചെയ്യാനാണ്. ഓപ്പൺ ചെയ്യണമെങ്കിൽ താഴോട്ട് ഒന്നുകൂടെ ആക്കിയാൽ മതി. ചെറിയ വഴികളിലൊക്കെ പോകണമെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നാൽ ക്ലോസ് ചെയ്യാനായിട്ടാ. ഓക്കെയാണ്. ഇനി എന്തെങ്കിലും സാറിന് അറിയണ്ട? എല്ലാം കഴിഞ്ഞു.
ഉറപ്പാണ്? തീർച്ചയായും. ഉറപ്പല്ലേ? ഇനി അകത്ത് കൂടെ ഉള്ളു. ബോണറ്റിന്റെ ആ ഗ്ലാസ് ഒന്ന് പൊക്കി വെച്ചേരും സാർ. ആ 4 അവിടുത്തെ ഗ്ലാസ് ഓപ്പൺ ആണ്. വൈപ്പറിൽ വെള്ളം വന്നില്ലേ, ഇത് ഓപ്പൺ ചെയ്തിട്ടാ ഒഴിച്ചു കൊടുക്കണ്ട അതിനകത്ത്. ഓക്കെ. ഇതിലേക്ക് നിറച്ചു കൊടുത്താൽ മതി. വെള്ളമോ അല്ലെ ഗ്ലാസ് ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്, അത് മേടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ. ഓക്കെ ആണ് സാറേ. റേഡിയേറ്ററിന്റെ കൂളന്റ് എഞ്ചിന്റെ ഹീറ്റ് നിയന്ത്രിക്കുന്നതാണ്. ഇത് ഇപ്പൊ സർവീസ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നില്ല? അവർ ചെയ്യും. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ നോക്കണം. ഒരു എലി കയറിയത്, ഇത് റബ്ബർ ട്യൂബാ, അതിന് തുളയിട്ടാൽ അത് ലീക്കായി പോകും. നമ്മളിത് ചെക്ക് ചെയ്യണമെന്നാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇതിനകത്ത് ലെവൽ നോക്കണം. ഇതുണ്ട മാക്സിമം ഉണ്ട്, ലോയും ഉണ്ട്. എപ്പോഴും ഈ മിനിമത്തിന് മുകളിൽ അത് ഉണ്ടാവണം ഈ ലിക്വിഡ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കലും ഇത് തുറക്കരുത്. തുറന്നാൽ ചൂടായിരിക്കും, മോന്തയ്ക്ക് കളിച്ച് വീഴും, പൊള്ളും. ഓക്കെയാണ്. റേഡിയേറ്ററിന്റെ കൂളന്റ് ആണത്. ഇത് വൈപ്പറിന്റെ വാഷർ, ഗ്ലാസ് കഴുകാനുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഏതാ ലെവലൊന്നും അറിയാൻ പറ്റില്ല. അവിടെ വെള്ളം വരുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടോപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. എഞ്ചിൻ ഓയിലിന്റെ ലെവൽ അറിയാനായിട്ട് ബേസിക് ഇത് ഊരി എടുത്താൽ ഇതിനകത്തൊരു ഗേജ് ഉണ്ട്. ഇതേണ്ട ഇതിലെ മാർക്കിംഗ് ഉള്ളത് എഞ്ചിൻ ഓയിലിന്റെ അളവ് അറിയാനായിട്ടാണ്. നമ്മളിത് ഊരി എടുക്കുമ്പോൾ ഇതിനകത്ത് എഞ്ചിൻ ഓയിലിന്റെ അംശമുണ്ട്. ഇത് കണ്ട ചൂടായതുകൊണ്ട് ഞാൻ കാറിനെ കൊണ്ട് തൊടിയിക്കാത്തത്. ഇത് തുടച്ച് നോക്കിയാൽ ഇതിന്റെ ഇതറിയാൻ പറ്റും. ഓയിലിന്റെ കളർ അതെ ഈ ലെവലിൽ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടിയായതുകൊണ്ട് ഇതിനകത്ത് ലെവൽ അറിയാൻ പറ്റില്ല. ഇതാണ് ലെവൽ. മിനിമം ഇത്ര ഉണ്ടാവണം. വണ്ടി എടുക്കുന്നതിന് വേണ്ടി തന്നെ ചെക്ക് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മളിത് നോക്കേണ്ടത്. തിരിച്ചതിനകത്ത് തന്നെ കുത്തി കയറ്റി വെച്ചാൽ മതി. ബ്രേക്ക് ഫ്ലൂയിഡ് അവിടെ മാക്സിമം മിനിമം എഴുതിയിട്ടുണ്ട്. കണ്ട, അത് എപ്പോഴും മിനിമത്തിന് മുകളിലുണ്ടാവണം.